ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് എല്ലാ പാത്രങ്ങളെല്ലാം കഴുകി അടുക്കി പൊറുക്കി വെച്ച്. രാത്രി പാത്രമെല്ലാം കഴുകി വെക്കുന്നതും കൂടി രാവിലെ ഞാനെല്ലാം ഒന്ന് കഴുകി പൊറുക്കി വെക്കുവേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പുട്ടാണ്. പുട്ടിന് കറി പിന്നെ ചെറുപയർ കറിയും പുട്ടും. ഇത് ചെറുപയർ വേവിച്ച് വെച്ച്, ചെറുപയർ വേവിച്ചിട്ട് മഞ്ഞൾപ്പൊടിയും പിന്നെ പച്ചമുളക് കീറിയിട്ട് മഞ്ഞൾപ്പൊടിയും ഇട്ട് ഉപ്പും ഇട്ട് വേവിച്ച് വെച്ചതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാനാണ് പോകുന്നത്. തേങ്ങാപ്പാൽ ഒഴിച്ച ചെറുപയർ കറിയും പുട്ടുമാണ് രാവിലത്തെ. ഇതിലേക്ക് തേങ്ങാപ്പാൽ പിഴിയലാണ്. പിന്നെ മക്കൾക്ക് എക്സാമെല്ലാം ആയതുകൊണ്ട് അതിൻ്റെ തിരക്കിലെല്ലാം അവരുള്ളത്. പുട്ടിന് വെള്ളം ഞാൻ അടുപ്പത്താണ് വെച്ചത്. ഗ്യാസിൽ കുക്കറിൽ കറിയും വെച്ച്, കറിയുമായി പുട്ടും ആക്കി. പുട്ട് റെഡിയായിക്കൊണ്ടിരിക്കലാണേ. പുട്ടുണ്ടാക്കുന്നുണ്ട. നമ്മളെ പുട്ടിൻ്റെ ആവി കയറുമ്പോൾ ആയ അടപ്പ് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് ഞാനൊരു ഓൾസുള്ള ചിരട്ടി എടുത്ത് വെച്ച്. ഈ ഓൾസിലേക്ക് കൂടി ആവി വരുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. രാവിലെ തന്നെ എഴുന്നേറ്റ് ഇവരൊക്കെ പല്ല് തേക്കലാണേ. നമ്മളെ പല്ല് തേക്കലിൽ ഇങ്ങനെ പുറത്തേക്ക് കൂടി നടന്നിട്ടല്ല നമ്മൾ തേക്കുക. പിന്നെ പുറത്തെ അടുപ്പിൻ്റെ അവസ്ഥയാണ് അത്. അതുകൊണ്ട് ഞാൻ പുട്ടി തൊട്ട് കഴിഞ്ഞെടുത്ത് ഇവിടെയാണ് വെള്ളം വെച്ചത്. എല്ലാവരും ചായ കുടിയുമായി. പുറത്തെ അടുപ്പ് മഴ പെയ്തു. നമുക്ക് ഇന്നലെ നല്ല മഴ കിട്ടി. അതുകൊണ്ട് പുറത്തെ അടുപ്പിൽ ഇനിയൊന്നും ഭക്ഷണം വെക്കാനാവില്ല. നല്ല വെയിൽ വന്ന് അടുപ്പ് ഉണങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ അവിടെ എന്തെങ്കിലും വെക്കാൻ പറ്റുള്ളൂ. ചെറിയാൾക്ക് ഭക്ഷണം കൊടുക്കലാന്ന്. ഓനിത് ചൂട് കൊണ്ട് പറഞ്ഞിട്ടെല്ലാം ഞാൻ തണിച്ചെടുത്തെല്ലാം കൊടുക്കലാന്ന്. രാവിലെ മറ്റവരെല്ലാം പല്ല് തേച്ച് വന്നുകൊണ്ടിരിക്കലാണ്. ഓരോരുത്തരായിട്ട് ഭക്ഷണം കഴിക്കാൻ വന്നുകൊണ്ടിരിക്കലാന്ന്. ഇവർ രണ്ടാളും കഴിച്ചു. ഇവർക്ക് രണ്ടാൾക്കും ഇപ്പോൾ 8:45 ഇവരെ വണ്ടി വരും. ആ സമയമാകുമ്പോഴത്തേക്ക് ഇവർക്ക് ഭക്ഷണം കഴിച്ച് പോകണം. ഇത് ടിഫിൻ എടുത്ത് വെച്ചാണ്. ചെറിയാൾക്ക് LKGയിൽ 10 മണിക്ക് ടിഫിന് വേണം. അതിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ്. അച്ഛനും വലിയ മോനും കൂടിയിട്ട് ചായ കുടിക്കാൻ വന്നു. അപ്പോൾ പിന്നെ നമ്മളെല്ലാവരും ചായയെല്ലാം ചായ കുടിച്ച് അപ്പോൾ തന്നെ ചോറിനടുപ്പിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. കറി വെക്കാൻ വേണ്ടി ചക്കക്കുരു പാങ്ങാക്കലാണ്. ചക്കക്കുരുവും വെള്ളരിക്കും ഓലം വെക്കാമെന്ന് ആദ്യം കരുതി. പക്ഷേങ്കിൽ അത് മാറ്റിപ്പിടിച്ചു. പിന്നെ അമ്മക്കാരോ ചള്ള് കായ് കൊടുത്തിനായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട്